എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ പാടി വീഴാതോടുവാൻ. കണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ. കണലെനിക്കു നൽകിയിടൂ വലഭാഗത്തായുണ്ടു താൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെ ഇന്നും എന്നും അന്യനല്ലവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ആസ്പദമാക്കി കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ പലപ്പോഴും സന്ദർഭങ്ങളായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയും ആത്മീയമായി അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആരായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വിലയുള്ളവരായിത്തീരുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചിന്ത കൂടി ഇതിന് തരുണത്തിൽ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു 10,000 പൂജ്യം ഇട്ടിട്ട് അതിൻ്റെ അവസാനത്തിൽ 1 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്നാൽ ആദ്യമായിട്ട് 1 ഇട്ടിട്ട് ഒരു 10,000 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അതായത് മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പി. അതായത് കർത്താവിന് മുന്നിൽ 1-ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്കെല്ലാം അതോടുകൂടി ലഭിക്കും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പലരും നമ്മൾ 1-ാം സ്ഥാനം എടുക്കാൻ പോകുന്നതാണ് ഏറ്റവും പരാജയത്തിന് കാരണമായി തീരുന്നത്. അപ്പോൾ 1-ാം സ്ഥാനം നമ്മുടെ കർത്താവിന് നമുക്ക് നൽകാം. 0യുടെ വില നമുക്ക് അറിയാം എന്താണെന്ന്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു 0 ആയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നത്തേതിൽ അവൻ നമ്മളെ ഹീറോകളാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പല കാര്യങ്ങൾ മുന്നമേ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിട്ടുകൊണ്ട്, എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടുന്നത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും ആവശ്യമില്ല, വലുതല്ലേ? ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കും. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും
എന്തു കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെട്ടിരുന്നത് ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അതിനുശേഷം പറഞ്ഞ കാര്യമാണ്, മുന്നമേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രിയ ദൈവജനമേ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിന് നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാം. നമ്മൾ വെറും ദൈവസന്നിധിയിൽ വെറും സീറോകളായിട്ട് സമർപ്പിക്കുന്നെങ്കിൽ പിന്നത്തേൽ ദൈവം നമ്മളെ ശക്തരാക്കി ബലപ്പെടുത്തി നിർത്തും. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ഈ ലോകത്തിലുള്ളതിനെ മാത്രം നമ്മൾ ശ്രദ്ധ വെച്ച് കേന്ദ്രീകരിച്ച് പോകാതെ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ട് മുന്നേറുവാൻ കൊണ്ട് സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതം സഹായിക്കട്ടെ. ദൈവം നമുക്ക് എന്ത് ആവശ്യമെന്ന് നല്ലവണ്ണം അറിയുന്നു. അത് നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. ആകയാൽ ഈ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ച പ്രകാരം മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായി മുന്നേറുവാൻ സർവശക്തനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കട്ടെ. ഈ ചെറിയ ചിന്തയാൽ ഇന്ന് പകൽ സമയം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.